ാൽ പുറത്തുള്ള ആർക്കും തന്നെ നിന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. നിനക്കെതിരെ നിൽക്കുന്നവരുടെ ശക്തിയും അവർ നടത്തുന്ന നാടകങ്ങളും എനിക്കറിയാം. മൗനം പാലിച്ച് ക്ഷമയോടെ നിന്റെ കർമ്മം ചെയ്യുക. അനുയോജ്യമായ ഫലം നിന്നിലേക്ക് എത്തിക്കുന്ന ജോലി ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. അവരോട് ക്ഷമിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരിക്കലും അവരെ മറക്കാൻ ശ്രമിക്കരുത്. കാരണം അവർ നിന്നോട് ചെയ്ത പ്രവൃത്തികളുടെ ഓർമ്മകളാണ് കർമ്മമണ്ഡലത്തിൽ നിന്നെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ഘടകം. ക്ഷമിക്കുക എന്നത് ദുർബലനാകുക എന്നല്ല. ക്ഷമിക്കുമ്പോൾ നിന്റെ ഊർജം നഷ്ടപ്പെടാതെ മുമ്പോട്ട് പോകുവാനുള്ള കഴിവുണ്ടാക്കുക എന്നാണ്. തകർച്ച ആഗ്രഹിക്കുന്നവരോട് യുദ്ധം ചെയ്യേണ്ടത് നിന്റെ കർമ്മമണ്ഡലങ്ങൾക്ക് മുന്നോക്കമുണ്ടാക്കി വിജയിപ്പിച്ചെടുക്കുന്നതിലൂടെയാണ്. നീ ഉയരുമ്പോൾ അവർ താഴേക്ക് പോകും. അതാണ് ധർമ്മത്തിന്റെ നിയമം. നിനക്കുള്ളിലെ ശിവനെ ഉണർത്തിക്കൊണ്ട് ദിവസത്തിന് തുടക്കം കുറിക്കുക. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്രപ്രചോയാത് എന്ന രുദ്രഗായത്രി